എല്ലാവർക്കും ഐസക് എന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച ചില ചോദ്യോത്തരങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം: വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ഇതര സംഘടന. ചോദ്യം ഒരിക്കൽ കൂടി: വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ഇതര സംഘടന. WWF വേൾഡ് വൈഡ് ഫണ്ട്. ഏതാണ് സംഘടന? WWF. പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട്. രൂപീകരിച്ചത് 1961. WWF വേൾഡ് വൈഡ് ഫണ്ട് രൂപീകരിച്ചത് 1961 സ്വിറ്റ്സർലൻഡിലാണ്. ചിഹ്നം ഭീമൻ പാണ്ട. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം: വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളെ സംരക്ഷിക്കുന്ന സർക്കാർ ഇതര സംഘടന WWF വേൾഡ് വൈഡ് ഫണ്ട് രൂപീകരിച്ച വർഷം 1961. സ്വിറ്റ്സർലൻഡിൽ. ചിഹ്നം ഭീമൻ പാണ്ട. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN ഏജൻസി UNEP ആണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന UN ഏജൻസി UNEP, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം. യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം രൂപീകരിച്ചത് 1972. പരിസ്ഥിതി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് UNEP, യുണൈറ്റഡ് നാഷൻസ് എൻവയോൺമെൻറ്റൽ പ്രോഗ്രാം രൂപീകരിച്ചത് 1972. ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. UNEPയുടെ ആസ്ഥാനം കെനിയയുടെ തലസ്ഥാനമായ നെയ്റോബി. വർഷം 1972. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയായ വങ്കാരി മാതായി രൂപീകരിച്ച പ്രസ്ഥാനം ഗ്രീൻ ബെൽറ്റ്. നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ പരിസ്ഥിതി പ്രവർത്തകയായ വങ്കാരി മാതായി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ഗ്രീൻ ബെൽറ്റ്. വർഷം 1977. കെനിയ. വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ. 1973. വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. വനനശീകരണത്തിനെതിരെ ഉത്തരാഖണ്ഡിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. അതുമായി ബന്ധപ്പെട്ട പേരാണ് സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനം സുന്ദർലാൽ ബഹുഗുണ. വർഷം 1973. മരങ്ങൾ മുറിക്കുന്നത് തടയാനായി രാജസ്ഥാൻ രൂപം കൊണ്ട പ്രസ്ഥാനം ബിഷ്ണോയ് പ്രസ്ഥാനം. മരങ്ങൾ മുറിക്കുന്നത് തടയാനായി രാജസ്ഥാനിൽ രൂപം കൊണ്ട പ്രസ്ഥാനം ബിഷ്ണോയ് പ്രസ്ഥാനം. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര. 2024 ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, ദൗത്യ പ്രതിരോധം. അപ്പോൾ 2024 കഴിഞ്ഞ വർഷത്തെ ലോക പരിസ്ഥിതി ദിന പ്രമേയം ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, ദൗത്യ പ്രതിരോധം. ഭൂമിയുടെ പുനരുദ്ധാരണം, മരുഭൂമിവൽക്കരണം, ദൗത്യ പ്രതിരോധം. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് 1973. ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് 1973. എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് 2025 ആചരിക്കുന്നത്? 52. എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് 2022 ആചരിക്കുന്നത്? 52. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. എത്രാമത്തെ പരിസ്ഥിതി ദിനമാണ് 2025? 52. ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ദക്ഷിണ കൊറിയ. 2025 പരിസ്ഥിതി ദിന സന്ദേശം: പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക. 2025 പ്ലാസ്റ്റിക് എൻവയോൺമെൻറ്റൽ ഡേയുടെ സന്ദേശമാണ് പ്ലാസ്റ്റിക് മാലിന്യം അവസാനിപ്പിക്കുക. ലോക വനദിനം മാർച്ച് 21. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. വനദിനം മാർച്ച് 21. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ജലദിനം മാർച്ച് 22. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജൈവ വൈവിധ്യ ദിനം മെയ് 22. ജലദിനം മാർച്ച് 22. വനദിനം മാർച്ച് 21. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത് 2023 സെപ്റ്റംബർ 28. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവായ ഡോക്ടർ MS സ്വാമിനാഥൻ അന്തരിച്ചത്
2023 സെപ്റ്റംബർ 28. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പട്കർ. പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പട്കർ. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓട്ടം. ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് യൂജിൻ പി ഓട്ടം. മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മേദിനി പുരസ്കാരം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം കോഴിക്കോട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ജല മ്യൂസിയം പെരിങ്ങൽ, കോഴിക്കോട്. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ 28. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലൻ്റ് സ്പ്രിംഗ്, റേച്ചൽ കാഴ്സൺ. പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് നിശബ്ദ വസന്തം. അത് എഴുതിയത് റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം, റേച്ചൽ കാഴ്സൺ. പരിസ്ഥിതിയും അതിൻ്റെ സംരക്ഷണത്തെ സൂചിപ്പിക്കുന്ന നിറം പച്ച. പരിസ്ഥിതിയും അതിൻ്റെ സംരക്ഷണം സൂചിപ്പിക്കുന്ന നിറം പച്ച. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി. ഇരവികുളം നാഷണൽ പാർക്ക് ഇടുക്കി. മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാടാണ്. മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട്. അപ്പോൾ നമുക്ക് പരിസ്ഥിതി ദിനക്കിസിൻ്റെ ഒന്നാം പാർട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അടുത്തൊരു പാർട്ട് നമ്മൾ ഉടനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ചോദ്യങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ. HSA സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സുകളും ഐസക് എന്ന ചാനലിൽ നൽകുന്നുണ്ട്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പാഠപുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.